മാന്നാർ ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അജ്മൽ അമീറിനെ കുറിച്ചാണ്. നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കവും മുതൽ അജ്മൽ അമീർ എന്നും പറഞ്ഞാണ് ഇപ്പോൾ എല്ലാം കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ അറിഞ്ഞാണ് ആ ഒരു ഇഷ്യൂവിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ ഏതോ ഒരു പെണ്ണോടാണെങ്കിൽ ഇപ്പോൾ ഒരു ലൈംഗിക ചുവയുള്ള രീതിക്ക് ഒരു ഓഡിയോയും അതുപോലെ തന്നെ ചാറ്റുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാറ്റും വാട്സപ്പ് ഓഡിയോ കോളുമാണ് ലീക്കായിരിക്കുന്നത്. അപ്പം പുള്ളി അത് പറയുന്നതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല, കുറച്ച് കൂടിയ ഐറ്റംസാണ്, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പം അത് കാണിച്ചിരിക്കുകയെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര അങ്ങേയറ്റത്തെ ഒരു ലൈംഗിക ചുവയുള്ള സംസാരം ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയും പെൺകുട്ടി അതിനനുസരിച്ച് തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയാണ് ലീക്കായിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലീക്കായെന്ന് ഞാൻ ഈ ഒരു കാര്യം കുറച്ച് പേരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിപ്പോഴല്ല, ഇത് നേരത്തെ പുള്ളി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഇറങ്ങിയ ഓഡിയോ തന്നെ നേരത്തെ കേട്ടെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പം എനിക്ക് ഓർമ്മയില്ല, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നതിന് മുമ്പെന്നൊന്നും ഉള്ള കാര്യം ഓർമ്മയില്ല. എങ്കിലും ഇതിപ്പം ഭയങ്കര ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും അജ്മൽ അമീറിൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, കാരണം അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്, ആക്ടറാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഓഡിയോ ഉണ്ടായിരുന്ന ഒരു കുട്ടി ആരാണെന്ന് ഏതാണെന്നോ ആരും പറയുന്നില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ചാനലിൽ തന്നെ പറഞ്ഞത് ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് അറിയേണ്ട കാര്യം ഇല്ല എന്നുള്ള രീതിക്കത്തെ ഒരു സംസാരം അവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനല്ല, ഇതാരാണ് പുള്ളിയോട് സംസാരിച്ചത്, അതാരാണെന്നുള്ളതും കൂടെ നമ്മൾ പുറത്ത് കൊണ്ടുവരണം. ഇതിനകത്തൊരു കാര്യമുണ്ട്, 1 മണിക്കൂർ 43 മിനിറ്റ് എന്തോ ആ പെൺകുട്ടിയും ഈ പുള്ളിയായിട്ടുള്ള വോയിസ് കോളിൽ, പിന്നെ കാണിക്കുന്നത് 3 മിനിറ്റ് എത്രയോ ഇതുവരെയുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. അതവർ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടിരിക്കുന്നത്. അതപ്പോൾ 3 മിനിറ്റ് തുടങ്ങുന്നിടം മുതൽ ഈ പെൺകുട്ടി ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ, നിങ്ങൾക്ക് ഭാര്യയില്ലേ, അപ്പോൾ പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ ഒരു ഇതിൽ എന്നുള്ള രീതിക്ക് ചോദിക്കുക. അപ്പം ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഭാഗത്ത് പുള്ളിക്കാരി ഇത് ന്യായീകരിക്കുന്ന രീതി, പുള്ളിക്കാരിയെ ആൾ നിർബന്ധിച്ച് ഇതിലോട്ട് കൊണ്ടുവരുന്ന പോലാണ് ആ ഒരു ഓഡിയോ കോളിൽ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ എങ്കിലും പെൺകുട്ടിക്ക് ഒരു താല്പര്യമുള്ള രീതിക്കും ഉണ്ട്. എന്നാലും ഇങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പം എന്തായാലും ആ പെൺകുട്ടി ആരാന്ന് മനസ്സിലായി പൊക്കിക്കഴിഞ്ഞാൽ അവർക്ക് വാദിക്കാനുള്ള സാധനം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ഇതിലാ ഒരു 1 മിനിറ്റ് 43 സെക്കൻഡ് കഴിഞ്ഞ ശേഷമുള്ള പകുതി ഓഡിയോ ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതിൽ ചിലപ്പം ആ പെൺകുട്ടി അതിനനുസരിച്ച് സംസാരിക്കുന്നതായിരിക്കും. പുള്ളി പറയുന്നുണ്ട് ഞാൻ പറയാം, ഒരു സ്ഥലത്തോട്ട് അവിടെ സ്റ്റേ ചെയ്യാം, എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും എന്നുള്ള രീതിക്ക് പുള്ളി പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പം ഒറിജിനൽ സംഭവമാണെങ്കിൽ അജ്മൽ അമീർ എത്രത്തോളം ഈ ഒരു കാരണത്തിന് ഒരു പ്രശ്നമാണോ, അതുപോലെ തന്നെ ഈ അജ്മൽ അമീറിനോട് ഈ ഒരു കോൾ സംസാരിച്ച പെൺകുട്ടിയും പ്രശ്നമാണ്. കാരണം ചാറ്റിലൊക്കെ തന്നെ ആണെങ്കിൽ ആ പെൺകുട്ടി അങ്ങോട്ടും നല്ല രീതിക്ക് തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വലിയൊരു പ്രശ്നമാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പെൺകുട്ടി ആരാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് ആ പെൺകുട്ടിയെ കൂടെ ഈ ഒരു കൂട്ടത്തിൽ പ്രതി ചേർക്കണമെന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. കാരണം ഒരിക്കലും ഇത് ഒരാൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല. പെണ്ണോട് ചാറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. അതിപ്പോൾ ലീക്കായെന്ന് പറഞ്ഞാലും ആ പെണ്ണിനെതിരെ ഒരു ഇതെടുക്കണം. ഇത് ഭയങ്കര പ്രൈവറ്റായിട്ട്, അതായത് പേഴ്സണലായിട്ടുള്ളൊരു സംഭവമാണ്, ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു സംസാരമാണ്. ഇത് പുറത്ത് വിടണമെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടി പുറത്ത് വിട്ടെങ്കിൽ അവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും. ചിലപ്പോൾ അവർക്ക് പൈസ ആയിരിക്കും ഉദ്ദേശം, അല്ലെങ്കിൽ വേറെ പലതുമായിരുന്നു കാണും ഉദ്ദേശം. ചിലപ്പോൾ അത് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി എതിർത്തുമല്ലോ കാണും, അതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഇവർ ലീക്കാക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ ഒരു സംഭവം വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. നമ്മൾ പറയുന്നത് പുള്ളി അങ്ങനല്ല, പുള്ളി പാവം എന്നൊന്നുമല്ല പറയുന്നത്. പുള്ളി കാണിച്ചത് മഹാപോക്കത്തരം തന്നെ. കാരണം പുള്ളി കല്യാണം കഴിച്ചു. അപ്പം അങ്ങനെ കല്യാണം കഴിച്ച ഒരാൾ വേറൊരു പെണ്ണിനോട് ഈ ഒരു രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ പിന്നെ വരാൻ പറയുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ പുള്ളി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ ഭാഗത്തും തെറ്റുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ഫേസും കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വലിയൊരു തെളിവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു സംഭവം വലിയ ഇഷ്യൂ ആയി ന്യൂസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ പെൺകുട്ടി ആരാണെന്ന് നമുക്കറിയത്തില്ല, ശരിയാണ്. പക്ഷേ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആരാണെന്നുള്ളതും ഏതാണെന്നുള്ളതും എവിടുത്തെ ആണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ന്യൂസിൽ പറയുക തന്നെ ചെയ്യണം. കാരണം ഇത് അയാൾ ചെയ്തതുപോലെ തന്നെ അയാളുടെ അവൾ ചോദിക്കും താൻ കല്യാണം കഴിച്ചാലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് അങ്ങനെ സംസാരിക്കാമെങ്കിൽ അവൾ ചെയ്തതും തെറ്റ് തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടി ആരാണെന്നുള്ളത് പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അല്ലാതെ ഈ ന്യൂസിനകത്ത് കാണിക്കുന്ന പോലെ ഇതുപോലൊരു കേസിന് ഒരു ആണിനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അത്രയും വലിയൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ന്യൂസ് ഫുള്ള് കാണിക്കും. അവനപ്പോൾ ഒരു കുഴപ്പമില്ല, അവനപ്പം ബാക്കിയുള്ള ലൈഫൊന്നും ഇല്ലേ അവന്. അപ്പോൾ എന്നിട്ട് പെൺകുട്ടി ആ യുവതി മറ്റേ യുവതി മറിച്ച യുവതി എന്ന് മാത്രമേ പറയത്തുള്ളൂ. അവരുടെ ഫോട്ടോയും കാണിക്കത്തില്ല, അവരാരാണെന്നും കാണിക്കത്തില്ല, അവരുടെ ഡീറ്റെയിൽസും പുറത്ത് കൊടുത്തില്ല. അങ്ങനെ കാണിക്കരുത്. ആരാണെന്നുള്ളത് തുറന്ന് പുറത്ത് കാണിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.